ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 മുതൽ എന്ന് പറയാം. 2016 എന്റെ 10th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാംസ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഐ തോട്ട് എന്താണ് ഞാനും എന്റെ ഫാമിലി എല്ലാം വിചാരിച്ചു നമുക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി ചേരാം. അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിൽ പോയി ചേരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു 8th സ്റ്റാൻഡേർഡ് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്ന്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിൽ പഠിക്കുമ്പോൾ എന്റെ ദീദി എന്റെ ഇത്താക്ക് MBBS അഡ്മിഷൻ കിട്ടുന്നത്, അവൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേരുന്നത്. അപ്പം എന്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് കാണുന്നത്, അവൾ മെഡിക്കൽ കോളേജിൽ ചേരുന്നത്, ഐ മീൻ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരാൾ ക്രാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഓൾസോ അവർക്ക് കിട്ടുന്ന ആ ഒരു റെസ്പെക്ട്, അവർക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അതൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. സോ ഐ ഫീൽ ലൈക്ക് അത് ഒന്ന് ഡോക്ടർ ആവാം, ലൈക്ക് എനിക്ക് വലുതായാലും ഡോക്ടർ ആവണം. ആ ഒരു സംഭവം എനിക്ക് മനസ്സിൽ ഇങ്ങനെ ചെറുതായി വരാൻ തുടങ്ങി. സോ എപ്പം നമ്മുടെ സ്കൂളിലൊക്കെ എന്തെങ്കിലും വാട്ട്സ് യുവർ അംബിഷൻ എന്ന് എപ്പം ചോദിച്ചു കഴിഞ്ഞാലും ആൻഡ് വാട്ട്സ് യുവർ മോട്ടീവ് അല്ലെങ്കിൽ വാട്ട്സ് യുവർ അംബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട്സ് യുവർ ഡ്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാറ് എനിക്ക് ഡോക്ടർ ആവണം എന്ന് തന്നെയായിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ അപ്പം എന്താ സംഭവിക്കുക, എനിക്ക് എന്റെ സിസ്റ്ററിന് നീറ്റ് കിട്ടിയത് ഒരു വലിയൊരു ഫാക്ടർ ആയിരുന്നു. അതിൽ പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ അവളുടെ കോളേജിൽ പോകുമ്പോൾ എനിക്ക് കോളേജ് ലൈഫ് കിട്ടണം, ആ മെഡിക്കൽ കോളേജ് ലൈഫ് സ്കൂൾ എന്നുള്ള ഫീലിംഗ്. ബിക്കോസ് വി ആർ സീയിങ് മെഡിക്കൽ കോളേജസ് ഫ്രം പെരിഫറി. ആ ഒരു സമയത്ത് നമ്മൾ പുറത്തുനിന്നാണ് കാണുന്നത്. സോ വിൽ ഫീൽ ലൈക്ക് ദിസ് ഇസ് ഗുഡ്, ദിസ് ലൈഫ് ഇസ് സോ നൈസ്, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വന്നു. സോ ഞാൻ ലൈഫിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ കോളേജിൽ പോകുന്ന ആ സമയത്താണ് മര്യാദയ്ക്ക് കാണുന്നത്, ആ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കോളേജ്. അപ്പം അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഡോക്ടർ ആവണം. പിന്നെ വേറെ കാര്യം, ദിസ് പ്രൊഫഷൻ ഇസ് ഓൾസോ നോബിൾ പ്രൊഫഷൻ. അപ്പം ഏറ്റവും എനിക്ക് മനസ്സിലൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു പ്രൊഫഷൻ ആയേക്കാം ഇത്. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. സോ ഞാനിങ്ങനെ അങ്ങനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു, അതായത് എനിക്ക് ഡോക്ടർ ആവണം, ഇതന്നാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെ എൻ്റെ 10th ബോർഡ് എക്സാം കഴിയുന്ന ആ ഒരു സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഞാനും എൻ്റെ ഫാമിലി ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതെങ്കിലും പോയി ചേരണം എന്ന് വിചാരിച്ച് ഇങ്ങനെ മനസ്സിൽ +1 +2 തന്നെ കോച്ചിങ് എടുത്തിട്ട് ഫസ്റ്റ് ചാൻസിൽ കിട്ടണം എന്നാണ് ആഗ്രഹം കേട്ടോ. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രൈമറി ആഗ്രഹം. റിപ്പീറ്റ് ഒന്നും എനിക്ക് മൈൻഡിൽ തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ല. ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് MBBSന് സീറ്റ് കിട്ടണം, നീറ്റ് ഫസ്റ്റ് ചാൻസ് തന്നെ ക്രാക്ക് ചെയ്യണം. ഇത് +2 ബോർഡ് എക്സാം കഴിഞ്ഞ പാടുള്ള നീറ്റ് തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്.